ഹലോ, ഇനി പോണത് ഒരു സേവ് ദ ഡേറ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമയം 6:30ആയി. 7 മണിക്കാണ് എത്താൻ പറഞ്ഞത്. ഫസ്റ്റ് പോണത് പാലക്കാട് ശേഖരിപുരം മാർക്കറ്റിലോട്ടാണ് പോണത്. ഞങ്ങൾ കറക്റ്റ് 7 മണിയുടെ ഒരു 10 മിനിറ്റ് മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ക്യാമറാമാൻ വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ഒരിത്തിരി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. അവൻ ചായ കുടിക്കണം. ഇവിടെ ഈ മുത്തശ്ശനും കൂടെ ഫോട്ടോയിൽ വന്നത് കാരണം ആ ഫോട്ടോ വേണമെന്ന് പറയാണ്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അവരൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ 1-2 ആൾക്കാർ മാത്രം സപ്പോർട്ടീവ് ആയിരുന്നു. ബട്ട് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നല്ല ലൊക്കേഷൻ അല്ലേ. ഇപ്പോൾ ഒരു സമയം ഏകദേശം 8:47, 8:50. ഇവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷൻ കഴിഞ്ഞു. ആൾക്കാർ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കമ്മിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ വെയിൽ വന്നത് കൊണ്ട് അധികം എടുക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. പിന്നെ ഇവിടെ നിന്ന് പോവാം. എനിക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കവയാണ്. 2 കോസ്റ്റ്യൂം വെച്ച് ചെയ്യണമായിരുന്നു. പിന്നെ വേണ്ട, 1 തന്നെ മതി. ഇവർക്ക് ഞങ്ങൾ തീരുമാനം എടുത്തു. ശരി, ഇനിയിപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷൻ കവയ്ക്കാണ്. കവയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാം. സേവ് ദ ഡേറ്റിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ട്രഡീഷണൽ വേണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വേണ്ട, നമുക്കൊന്നും തന്നെ മതി പറഞ്ഞിട്ട് ഒന്നാക്കി എടുത്തായിരുന്നു. പിന്നെ അങ്ങനെ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞ് ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ട് ആപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇത് കഴിക്കാൻ ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. രാവിലെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഡ്രസ്സൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ അടുത്തുള്ളൊരു പ്രീതിയിലേക്ക് വന്നു. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പല ഡ്രസ്സും പറ്റുമോ എന്നുള്ളത്. നിന്റെ സെലക്ഷൻ നന്നായിട്ടില്ല. എന്താണ് നന്നായിട്ടില്ല? എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കോസ്റ്റ്യൂം. ഈ ഡ്രസ്സ് വന്നിട്ട് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തായിരുന്നു. അവൻ ഒരു ശ്രീധരൻ എടുത്തിട്ടുണ്ടായിരുന്നു 2 ഞാൻ ഈ കടയിൽ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നേരെ കവയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഫൈനൊന്നും വന്നില്ല. ഹെൽമെറ്റ് മാത്രം വെക്കണം പറഞ്ഞു. ലൈസൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കവയ്ക്ക് പോകണ ഈ ഒരു വഴിയിൽ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ സ്പോട്ട് ക്യാൻസൽ ആവുമെന്ന് തോന്നുന്നു. കാരണം എത്ര വെള്ളം. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല, ഇറങ്ങാനും പറ്റില്ല. അശോ, പണ്ട് ആ പന കണ്ടുണ്ടോ? അതാ പന. ആ പനൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നാണ്. ഇപ്പം അവിടെയൊക്കെ വെള്ളം. പറ്റില്ല. ഓ, അത് ഞാൻ വിചാരിച്ചു. ക്യാമറാമാൻ പറയായിരുന്നു അവിടെയുള്ള ലൊക്കേഷൻ ഇനിയും കൂടെ കുറച്ച് പോകണം പറഞ്ഞിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പുഴയുണ്ട്. ഈ പുഴയിലോട്ടാണ് വന്നത്. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ സ്ഥലം കാണാൻ. അത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് രസമില്ല. അങ്ങനെ ഈ സ്ഥലം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയായിരുന്നു ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. അത് ഫസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ 2 പേരും ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 3 മണിയായി അവിടെ നിന്ന് വരാൻ തന്നെ.
അപ്പോൾ പിന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിട്ട് വന്നായിരുന്നു. ഇവിടുത്തെ ഫോട്ടോസ് ഞാൻ നന്നായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു സ്ഥലത്തിലെ എല്ലാ ഫോട്ടോസും നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ടും പിന്നെ ഒരു ടെൻഡർ ഷേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സമയം ഒരു 3 മണിയായി, 3 മണി കഴിഞ്ഞു. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇത് കഴിച്ചതും അങ്ങനെ ഇറങ്ങി ഞങ്ങൾ. ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. ഞാൻ സേവ് ദ ഡേറ്റിന് ഫോട്ടോസ് വന്നിട്ട് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഇടാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.